നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ 12 ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിന് സമാപനം. പശ്ചിമേഷ്യയിൽ ആശ്വാസത്തിന്റെ മണിക്കൂറുകൾ. വെടിനിർത്തൽ അംഗീകരിച്ച് ഇറാനും ഇസ്രായേലും. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി ഉഭയകക്ഷി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആക്രമണം, അതുപോലെ തന്നെ മിസൈലുകൾ, എപ്പോൾ വേണമെങ്കിലും മിസൈൽ പതിക്കാമെന്ന ആശങ്കയോടെയുള്ള രാത്രികൾ, ഈ ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ പതുക്കെ സമാധാനം കൈവരട്ടെ എന്ന് തന്നെ ലോകം ആഗ്രഹിച്ചിരുന്നു. ഇറാൻ ഇസ്രായേൽ പോരാട്ടം മറ്റു തലത്തിലേക്ക് നീങ്ങാതിരിക്കട്ടെ എന്ന ഒരു ആഗ്രഹം ലോകത്തിനുണ്ടായിരുന്നു. അതെന്തായാലും നടപ്പിലായിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തലാണ് ഇറാനും ഇസ്രായേലും അംഗീകരിച്ചത്. 4 പേര് കൊല്ലപ്പെട്ട അവസാനവട്ടം മിസൈലും ഇസ്രായേലിലേക്ക് അയച്ചതിന് പിന്നാലെയായിരുന്നു ഇറാൻ വെടിനിർത്തൽ അംഗീകരിച്ചു എന്ന വിവരം പുറത്തുവിട്ടത്. പുലർച്ചെ മിസൈലുകൾ വിക്ഷേപിച്ചെന്ന ഇസ്രായേലിന്റെ ആരോപണത്തിനിടെ വെടിനിർത്തൽ നടപ്പിലായി എന്ന് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ വ്യക്തമാക്കിയിരുന്നു. ഇറാനും ഇസ്രായേലും വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യക്കും ഒരു അഭിമാന നിമിഷം തന്നെയാണ്. കാരണം ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധേയമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പക്ഷം പിടിക്കാതെ സമാധാനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു നമ്മുടെ രാജ്യം അന്നും ഇന്നും ചെയ്തത്. ഇറാനൊപ്പം നിന്നില്ല, ഇസ്രായേലിനൊപ്പം നിന്നില്ല. മറിച്ച് രണ്ടു കൂട്ടരും ആക്രമണം അവസാനിപ്പിക്കണം, സമാധാനത്തിന്റെ പാതയിൽ എത്തണം എന്ന ഒരു നിലപാടിലായിരുന്നു ഇന്ത്യ നിന്നത്. ഇരു രാജ്യങ്ങളും പോരാട്ടം അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചത് ഏറെ നിർണായകമാണ്. പ്രധാനമന്ത്രി തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചുവെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. സമീപകാല സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി സംസാരിച്ചു. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. സമീപകാലത്തെ സംഘർഷങ്ങളിൽ ആഴത്തിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. പ്രാദേശിക സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ എത്രയും വേഗം പുനഃസ്ഥാപിക്കുവാനും സംഘർഷം കുറയ്ക്കാനും വേണ്ടിയുള്ള ചർച്ചകൾ തുടരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചിരുന്നു. എത്രയും വേഗം സംഘർഷം ഒഴിവാക്കി സംഭാഷണത്തിലൂടെയും നയതന്ത്ര ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച വിവരം നരേന്ദ്രമോദി തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളോട് അറിയിച്ചത്. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതായും സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ആശങ്ക പങ്കുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യക്കും സന്തോഷത്തിന് വകയുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടതാണ് സംഘർഷം ഒഴിവാക്കണം, ആശങ്ക നിലനിൽക്കുകയാണ്. എന്തായാലും അത്തരത്തിലൊരു സമാധാനം കൈവന്നതിൽ വളരെയധികം ആശ്വാസം. കാരണം ഇറാൻ ഇസ്രായേൽ പോരാട്ടം തുടർന്നുവെങ്കിൽ അത് ലോകത്തെയും വലിയ രീതിയിൽ ബാധിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്, കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇറാന്റെ പ്രതികാര നടപടികൾ അത് ലോകത്തെ ഒന്നടങ്കം തീർച്ചയായിട്ടും ബാധിക്കും, പലതരത്തിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം നേടിയെന്ന് തിങ്കളാഴ്ച രാത്രി തന്നെ സുരക്ഷാ ക്യാബിനറ്റിനെ നെതന്യാഹു അറിയിച്ചിരുന്നു. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുടെ ഭീഷണി ഇല്ലാതാക്കിയെന്നും സൈനിക നേതൃനിരയ്ക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയെന്നും സർക്കാരിന്റെ നിരവധി സ്ഥാപനങ്ങൾക്ക് കേടുപാട് വരുത്തിയെന്നും ക്യാബിനറ്റിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുമാത്രമല്ല, ടെഹ്റാന്റെ ആകാശത്ത് മേധാവിത്വം നേടി എന്ന ഒരു അവകാശവാദം കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റെ അറിയിച്ചതും ഏറെ ശ്രദ്ധേയമാണ്. വെടിനിർത്തൽ ലംഘനത്തിന് തക്കതായ മറുപടി നൽകുമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. എന്തായാലും ഇറാൻ ഇസ്രായേൽ പോരാട്ടം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു, സമാധാനം കൈവന്നിരിക്കുന്നു. അതിനിടയിൽ അമേരിക്കയുടെ നിർണായക പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. നോക്കാം അതെന്താണെന്ന്. അതായത് US ആക്രമണത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ കേടുപാട് പറ്റിയതിനാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാനിന് ശേഷി ഉണ്ടാകില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് വളരെ അടുത്തെത്തിയിരുന്നു, എന്നാൽ നമ്മളത് നശിപ്പിച്ചു. ആണവായുധം നിർമ്മിക്കാൻ ഇനി ഇറാന് ശേഷിയില്ല എന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വാൻസ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക, ഇറാൻ ആണവായുധം നിർമ്മിക്കരുത്, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് സാധ്യമായിരിക്കുന്നു എന്നാണ് അമേരിക്ക ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഭാവിയിൽ ആണവശേഷി പുനർനിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുമെന്നും വാൻസ് വ്യക്തമാക്കുന്നു. അത് ഇറാൻ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇസ്രായേൽ ഒരു പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യം നേടിയെടുത്തു. ഇറാന്റെ ആണവ പരിപാടി നശിപ്പിക്കാൻ അവർ ഞങ്ങളെ സഹായിച്ചുവെന്നും ഇസ്രായേലിന് ഭീഷണിയായ ഇറാന്റെ മിസൈൽ ശേഷിയും അവർ നശിപ്പിച്ചുവെന്നും ഇറാനെ സംബന്ധിച്ച് സമാധാനത്തിന്റെ പാത യഥാർത്ഥത്തിൽ പിന്തുടരാൻ ഇനി സാധിക്കുമെന്നും
അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകര ശൃംഖലകളെ പിന്തുണയ്ക്കുന്നതിലൂടെയും ഇപ്പോൾ പരാജയപ്പെട്ട ആണവായുധ നിർമ്മാണത്തിലൂടെയും യുദ്ധത്തിൽ മികച്ചവരല്ലെന്ന് തെളിയിക്കുകയാണ് ഇറാൻ എന്നും JD വാൻസ് വ്യക്തമാക്കി. പ്രസിഡന്റ് ട്രംപ് ശരിക്കും റീസെറ്റ് ബട്ടൺ അമർത്തിയെന്ന് താൻ കരുതുന്നുവെന്നും മേഖലയിൽ ദീർഘകാല സമാധാനം ഉണ്ടാകട്ടെ, അതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും. ഇപ്പോൾ നോക്കുമ്പോൾ ഈ 12 ദിവസം എന്നത് മേഖലയുടെ ഒരു റീസെറ്റ് മൊമെന്റ് ആണ് എന്ന് പറയേണ്ടി വരുമെന്നുമാണ് വാൻസ് പറയുന്നത്. എന്തായാലും ഇറാൻ ഇനി ആണവായുധം നിർമ്മിക്കാൻ സാധിക്കുമോ? ആ ഒരു ശേഷി അമേരിക്ക പൂർണ്ണമായും തകർത്തെറിഞ്ഞു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നു. ദയവായി അത് ആരും ലംഘിക്കരുത് എന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു നടപടിയോടും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്ന് കൂടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ കനത്ത നാശമാണ് ഉണ്ടായത്. ഇസ്രായേലിന്റെ തെക്കൻ മേഖലയിൽ ഉണ്ടായ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ബീർഷെബയിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്ന് നിരവധി പേരാണ് അവിടെ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം വെടിനിർത്തലിനായി ഇറാനും ഇസ്രായേലും തന്നെ സമീപിക്കുകയായിരുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഖത്തറിന്റെ പേര് ട്രംപ് എടുത്തു പറഞ്ഞിട്ടില്ല എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. ഇരു രാജ്യങ്ങളും ഒരേ സമയം തന്റെ അടുക്കലെത്തി സമാധാനം ആവശ്യപ്പെട്ടു എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു. ഇസ്രായേലും ഇറാനും ഏതാണ്ട് ഒരേ സമയം തന്റെ അടുത്തേക്ക് പറഞ്ഞു സമയം ഇപ്പോഴാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ലോകവും പശ്ചിമേഷ്യയുമാണ് യഥാർത്ഥ വിജയികൾ. രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയിൽ വലിയ സ്നേഹവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും. അവർക്ക് നേടാൻ ഒരുപാടുണ്ട്. എന്നാൽ നീതിയുടെയും സത്യത്തിന്റെയും പാതയിൽ നിന്ന് വ്യതിചലിച്ചാൽ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇറാന്റെയും ഇസ്രായേലിന്റെയും ഭാവി അതിരുകളില്ലാത്തതാണെന്നും വലിയ വാഗ്ദാനങ്ങൾ അവർക്കുണ്ട് എന്നും ദൈവം നിങ്ങൾ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ എന്നുമാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.